അപ്പൊ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇതും ജിഒസിയിൽ നിന്നാണ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഓർഡർ ഓഫ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഈസ്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സിന്റെ ഓർഡർ ഓഫ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. എന്താ മക്കളെ? ആദ്യം തന്നെ നോക്കുക. ഇതില് നമുക്കറിയാം കുറെ റെസണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി നോക്കണമെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? ന്യൂട്രൽ വിൽ ബി മോർ സ്റ്റേബിൾ. ന്യൂട്രൽ വിൽ ബി മോർ സ്റ്റേബിൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഫസ്റ്റത്തേതാണ്. സോ ഫസ്റ്റത്തെ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആണെന്നുള്ള പറയുന്ന രീതിയിൽ ഏതാ വരിക? അപ്പൊ തന്നെ നമുക്ക് ആൻസർ ആയിട്ടോ. ഇതെന്തായാലും വരില്ല, ഇതും വരില്ല. ഇനി മൂന്നും ഈക്വലി സ്റ്റേബിൾ ആവുന്നില്ല, അതുകൊണ്ട് ഇതും വരില്ല. സോ നമുക്ക് എ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. ഇനി നിങ്ങൾ നോക്കിയാൽ അടുത്തത് 2ഉം 3യും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ്, അതായത് ഇവിടുത്തെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന്റെ മേലെ നെഗറ്റീവ് ചാർജ് ആണ് തന്നിരിക്കുന്നത്. ഇനി 3ല് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജന് മേലെ പോസിറ്റീവ് ചാർജ്, അതായത് ഇവിടുത്തെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന് മേലെ പോസിറ്റീവ് ചാർജ്. ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിന് മേലെ നെഗറ്റീവ് ചാർജ് കൊടുക്കുന്ന സമയത്തായിരിക്കും മോർ സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഓപ്ഷൻ 1, 2, 3. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ 1, 2, 3. ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ഓർഡർ. ഓക്കെ.